ഓസോണോളിസിസ്. ആൽക്കീൻ എന്ത് ചെയ്യും? ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള കാർബൺസ് ഒക്കെ ഉള്ള ആ ഒരു സംഭവം. ഓക്കെ, ആൽക്കീൻ റിയാക്ട് വിത്ത് ഓസോൺ. അപ്പോൾ ഓസോണിൻ്റെ ഫോർമുല എന്താ? O3. ഓക്കെ, ആൽക്കീൻ റിയാക്ട് വിത്ത് ഓസോൺ. അങ്ങനെ എന്തുണ്ടാവും? ഓസോണൈഡ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് കാർബണൈൽ കോമ്പൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഈ കാർബണൈൽ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? CO, സി ഡബിൾ ബോണ്ട് O. അതാണ് എന്ത്? കാർബണൈൽ കോമ്പൗണ്ട്. അത് ഏതൊക്കെ ആവാം? ആൾഡിഹൈഡ് ആവാം, കീറ്റോൺ ആവാം. അങ്ങനെ ഏതെങ്കിലും ആൾഡിഹൈഡോ കീറ്റോണോ ഉണ്ടാവാം. ഈ ഒരു റിയാക്ഷന് പറയുന്ന പേരാണെന്ത്? ഓസോണോളിസിസ്. അപ്പോൾ ആൽക്കീൻ എന്ത് ചെയ്യും? ആൽക്കീന് ഓസോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽഡിഹൈഡോ കീറ്റോണോ ആയി മാറുന്ന റിയാക്ഷനാണ് എന്താ പറയുക? ഓസോണോളിസിസ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. CH2 ഡബിൾ ബോണ്ട് CH2, അതാണ് നമ്മുടെ ആൽക്കീന്. അത് റിയാക്ട് ചെയ്യുന്നത് ഓസോണായിട്ടാണ്, O3. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിയാക്ഷൻ CH2 ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3 എന്ന് എഴുതുക. ശേഷം ഏരോ മാർക്ക് ഇടുക. എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഓസോണൈഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾ 3 O എന്നിടുക. ചിത്രത്തിൽ കാണുമ്പോൾ 3 O എന്നിടുക. ശേഷം ചെയ്യേണ്ടത് CH2 ഡബിൾ ബോണ്ട് CH2 എന്നല്ലേ, അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഡബിൾ ബോണ്ട് അങ്ങ് ഒഴിവാക്കുക. എന്നിട്ട് CH2നെ 2 സൈഡിലായിട്ട് എഴുതുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? സിംഗിൾ ബോണ്ട് വെച്ചിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓസോണൈഡ്. ഓക്കെ, ഈ ഓസോണൈഡ് സിങ്കും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവും, അതാണ് നമ്മുടെ കാർബണൈൽ കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? Y ഷേപ്പിൽ എന്ത് ചെയ്യുക? ഒരു വര വരയ്ക്കുക. ഓക്കെ, CH2ൻ്റെ മുകളിലും ആ ഒരു ഫസ്റ്റിലത്തെ ഓക്സിജൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു Y ഷേപ്പിൽ ചിത്രത്തിൽ കാണുമ്പോൾ ഒരു സ്ട്രക്ചർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ Y ഷേപ്പിൻ്റെ മുകളിലുള്ള ഓക്സിജനെ വിട്ടേക്കുക. താഴെയുള്ള ആ ഒരു കാര്യങ്ങൾ ജസ്റ്റ് എഴുതി വെക്കുക. അതായത് ഒരു സൈഡിൽ CH2O ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്? CH2O. അപ്പോൾ എന്താ ഉള്ളത്? 2 CH2O ഉണ്ടല്ലോ അല്ലേ? ആക്ച്വലി CH2O എന്ന് പറഞ്ഞാൽ എന്താ? HCHO ആണ്. നമ്മൾ പിരിച്ച് എഴുതിയാൽ എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. ഓക്കെ, നമുക്കിവിടെ ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതായത് 2 CH2O ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം 2HCHO എന്ന് എഴുതാം. ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് മെത്തനാൽ. ഇതൊരു ആൽഡിഹൈഡ് ഗ്രൂപ്പ്, ഒരു ആൽഡിഹൈഡ് കോമ്പൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ ഇതാണ്. CH3CH ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3. അപ്പോൾ ആൽക്കീനാണത് ഫസ്റ്റിലത്തത്, രണ്ടാമത്തത് ഓസോൺ. ഓക്കെ, നമുക്കറിയാം. അടുത്ത എന്തുണ്ടാവും? ആൽക്കീൻ റിയാക്ട് വിത്ത് ഓസോൺ ഫോം എന്ത്? ഓസോണൈഡ്. ഓക്കെ, 3 ഓക്സിജൻ എഴുതി. ഇനി ചെയ്യേണ്ടത് എന്താ? ഓക്കെ, CH3CH ഡബിൾ ബോണ്ട് CH2 അല്ലേ? അപ്പോൾ ഡബിൾ ബോണ്ടിൻ്റെ ഒരു ഭാഗത്തുള്ള ആളുകൾ ഒരു ഭാഗത്തും ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറത്തുള്ള ആൾ അപ്പുറത്തും എഴുതുക. ഓക്കെ, CH3CH എഴുതുക. തൊട്ടപ്പുറത്തോ? അപ്പുറത്തെ സൈഡിൽ CH2 എഴുതുക. ഓക്കെ, അതിന് ശേഷമോ? ഓക്കെ, വരകൾ അല്ലെങ്കിൽ ബോണ്ട് എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. അതിന് ശേഷമോ Y ഷേപ്പിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ഒരു ഭാഗത്തുള്ളതിനെ നിങ്ങൾ മാറ്റി എഴുതുക, അപ്പുറത്തെ ഭാഗത്തുള്ളതിനെ മാറ്റി എഴുതുക, മുകളിൽ ഓക്സിജനെ വിട്ടേക്കുക. ഓക്കെ, അപ്പോൾ എന്തായി? നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ അതായത് നമുക്ക് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ഇപ്പോൾ ഒരു സൈഡിലുള്ള എന്താ? CH3CHO. അപ്പോൾ അതൊരു ആൻസർ. അപ്പുറത്തോ? CH2O, അതൊരു ആൻസർ. ഓക്കെ, CH3CHOൻ്റെ പേരെന്താ? എത്തനാൽ. ഓക്കെ, HCHO CH2O ആണ് റെഡിക്ക് അത് കേട്ടോ, അത് മെത്തനാലാണ്. നമ്മളൊന്ന് പിരിച്ച് എഴുതിയതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. ഈ ഒരു ഓസോണോളിസിസ് ചെയ്യാൻ വേണ്ടി ഒരു ഈസി മെത്തേഡ്. അപ്പോൾ എക്സാമ്പിൾ നോക്കാം. CH3CH ഡബിൾ ബോണ്ട് CH2
CH2+O3 എന്നല്ലേ നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. CH3CH ഡബിൾ ബോണ്ട് കണ്ടല്ലോ, ആ ഡബിൾ ബോണ്ടിന് നേരെ എന്ത് ചെയ്യുക, ഒരു വര വരയ്ക്കുക. ഡബിൾ ബോണ്ടിൻ്റെ ഇപ്പുറവും അപ്പുറവും എന്ത് ചെയ്യുക, ഓക്സിജൻ ഇട്ട് കൊടുക്കുക. അതായത് അപ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിൽ ഇപ്പോൾ CH3CHO, പിന്നെയോ CH2O അല്ലേ. CH2 നമുക്ക് എങ്ങനെ എഴുതാം, HCHO എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റ് CH3CHOയും HCHOയും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ CH2 ഡബിൾ ബോണ്ട് CH2+O3. ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക, അതും ചെയ്യാം. ഓക്സിജൻ അപ്പുറം ഇടുക, എന്നിട്ട് രണ്ടും ക്ലബ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യട്ടോ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. നടുകൂടെ കട്ട് ചെയ്യുക, ഒരു ഭാഗത്ത് ഓക്സിജൻ കൊടുക്കുക, അപ്പുറത്തെ ഭാഗത്ത് ഓക്സിജൻ കൊടുക്കുക, രണ്ടും സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ.